ഈ കൃഷ്ണദാസ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 27ാമത്തെ വാർഡിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. താങ്കൾ പറഞ്ഞതുപോലെ അത് കൊടുമ്പിലല്ല കൃഷ്ണദാസ്. ഡോക്ടർ അരുൺ, കരിങ്കരപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത് കൊടുമ്പ് പഞ്ചായത്തിലാണെന്ന് ഞാൻ ആധികാരികമായിട്ട് 27 നമ്പർ വാർഡിൽ 474 വീട്ടു നമ്പറാണ്. അല്ല, അതായത് അദ്ദേഹം കൊടുത്തിട്ടുള്ള കരിങ്കരപ്പുള്ളി ചിന്താനഗർ എന്ന് പറയുന്ന ഡോക്ടർ അരുൺ, താങ്കൾ നോക്കിക്കോളൂ. മലമ്പുഴ, അതെ, കരിങ്കരപ്പുള്ളി PO പാലക്കാട് ചിന്താനഗർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ചിന്താനഗർ എന്ന് പറയുന്ന കാടാങ്കോട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 27ാം നമ്പർ വാർഡിൽ 474 നമ്പർ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നതെന്നാണ് രേഖയിലുള്ളത്. അപ്പോൾ പിന്നെ അതെങ്ങനെ കൊടുമ്പിലാവും? അല്ല, അദ്ദേഹത്തിന്റെ വീട് എവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഞാനതാണ് പറഞ്ഞത്, 27ാം നമ്പർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 27ാം നമ്പർ വാർഡിലാണ് അദ്ദേഹത്തിന്റെ വീട് ഇരിക്കുന്നത്. 27ാം നമ്പർ വാർഡ് 27ാം നമ്പർ വാർഡ് ഞാൻ പറഞ്ഞുതരാം. 27ാം നമ്പർ വാർഡ് എന്ന് പറയുന്നത് മണപ്പുള്ളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതെ, കരിങ്കരപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലം ഞാൻ പറയുന്നു 4 ബൂത്താണ് അവിടെ ഉള്ളത് കരിങ്കരപ്പുള്ളിയിൽ. ആ 4 ബൂത്തും മലമ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ്. ഇനി കൃത്യമായ ലൊക്കേഷൻ അദ്ദേഹത്തിന്റെ വീട് പരിശോധിക്കട്ടെ. അല്ലല്ല, നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. വളരെ ഗുരുതരമായ ആരോപണമാണ് അങ്ങ് ഉന്നയിച്ചത്. അതായത് ഈ മേൽവിലാസം വെച്ചുകൊണ്ട്, മേൽവിലാസത്തിൽ കൃത്യമായി പറയുന്നു തീർച്ചയായിട്ടും പാലക്കാടാണ്, 27ാമത്തെ വാർഡാണ്, 427ാമത്തെ വാർഡിൽ 88ാമത്തെ ബൂത്തിലാണ് ഇതിന് വോട്ട്. ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിലെ കരിങ്കരപ്പുള്ളിയിൽ നിന്ന്, അതായത് ഏറ്റവും അവസാനത്തെ ബൂത്തുകളാണ്. 211 പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കരിങ്കരപ്പുള്ളി കൊടുമ്പ് പഞ്ചായത്ത്, 212 വിദ്യാപ്രചാരണി LP സ്കൂൾ, 213 സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ കരിങ്കരപ്പുള്ളി, 214 LP സ്കൂൾ കരിങ്കരപ്പുള്ളി, 215 കൊടുമ്പ് പഞ്ചായത്ത് കരിങ്കരപ്പുള്ളി, 216 പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കരിങ്കരപ്പുള്ളി. 211 മുതൽ 216 വരെയുള്ള ബൂത്തുകൾ കരിങ്കരപ്പുള്ളിയിലെ ബൂത്തുകളാണ് എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ 27ാം നമ്പർ വാർഡിൽ 474 എന്ന നമ്പർ കൊടുത്തിരിക്കുന്നത് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാ. അല്ല, ഞാൻ പറയുന്നത് അത് ഇലക്ഷൻ അഫിഡവിറ്റിൽ അത് പാലക്കാട് നഗരസഭ എന്ന് എവിടെ എഴുതിയിട്ടില്ല. കരിങ്കരപ്പുള്ളി കാടാങ്കോട് 27ാം നമ്പർ എന്നുള്ളത് നിങ്ങളുടെ അല്ലേ? 27ാം നമ്പർ ഈ ചർച്ച അല്ല, 27ാം വാർഡ് പാലക്കാട് നഗരസഭയിലാണെന്ന് എനിക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന ലൊക്കേഷൻ കരിങ്കരപ്പുള്ളി എന്നാണ്, കാടാങ്കോട് എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ കൊടുമ്പ് പഞ്ചായത്തിലാണ്. അല്ല, ഈ അങ്ങനെയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ടാക്സ് അടയ്ക്കണമല്ലോ. ടാക്സ് റെസിപ്റ്റ് വന്നിട്ടുണ്ട്, ഡോർ നമ്പർ 474, ബിൽഡിംഗ് IDയും കൊടുത്തിട്ടുണ്ട്, മണപ്പുള്ളിക്കാവ്, ഡോർ നമ്പർ, വാർഡ് 27. അല്ല, ഈ അത് കൊടുമ്പിലല്ല. അല്ലല്ല, വന്നു അതിന് നമുക്ക് ഉത്തരം കിട്ടി. അത് കൊടുമ്പിലല്ല, അത് പാലക്കാട് മണ്ഡലത്തിലാണ്. മണപ്പുള്ളിക്കാവ് എന്ന സ്ഥലത്ത് കൊടുന്തരപ്പുള്ളി മേൽവിലാസമുണ്ട്. PO മാത്രമാണ്. കൊടുന്തരപ്പുള്ളി PO ആണ്. 27ാമത്തെ വാർഡിലാണ്. ആ വീട്ടു നമ്പറും അതിനകത്തുണ്ട്. വളരെ കൃത്യമാണ്. അതിനകത്തെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. കാര്യം നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നികുതി അടയ്ക്കുന്നതിന് റെസിപ്റ്റും കിട്ടിയിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ. ആർഷോ, ഇനി മറുപടി. അല്ല, അതിനകത്ത് അദ്ദേഹത്തിന് കൂടുതൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാർഡ് കൗൺസിലറുടെ പേര് ധന്യ എന്നാണ്, BJPയുടെ കൗൺസിലറാണ്. അവരെ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരം ലഭ്യമാവുന്നുണ്ടാവും. മേൽ പറഞ്ഞ മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ വോട്ടർ തന്നെയാണ് അദ്ദേഹം. 6 കൊല്ലം മുൻപാണ് അദ്ദേഹം ആ വീട് വാങ്ങിയിട്ടുള്ളത്. 27ാം വാർഡിലെ വോട്ടറാണ്, 88ാം ബൂത്തിലെ വോട്ടറാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ വസ്തുതാപരമായി എൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഇങ്ങനെ ഒന്ന് കരുതിയിട്ടല്ല വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് എടുത്തു ഈ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി.
ഇപ്പൊ ഈ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ആ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര ആധികാരികമായിട്ടായിരിക്കും ഒരു പച്ചക്കള്ളം നാടിനകത്ത് പ്രചരിപ്പിക്കപ്പെടുക? ഈ നിലയിലാണ് BJP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് എന്താ പറയുക കരിങ്കരപ്പള്ളി എന്ന ഗ്രാമം ഏത് മണ്ഡലത്തിലാണെന്ന് താങ്കൾ കൃഷ്ണാസിനെ തർക്കിക്കരുത്. നമ്പർ പറഞ്ഞു കഴിഞ്ഞു. ആക്ഷേപം ഉന്നയിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ 27 നമ്പർ വാർഡിൽ നമ്മുടെ കയ്യിലുണ്ട്. ഡോക്ടർ അരുൺ, ഞാൻ ഒരു സംശയം എന്റെ അവസരമാണല്ലോ ഞാൻ പറഞ്ഞോട്ടെ. എന്റെ അവസരമാണല്ലോ ഞാൻ പറഞ്ഞോട്ടെ ഡോക്ടർ അരുൺ. രണ്ട് കാര്യങ്ങളാണ് ആധികാരികമായി ഇദ്ദേഹം BJPയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നു പറഞ്ഞത്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ ഭാര്യയുടെ ഈ ഒരു പ്രോപ്പർട്ടിയേ ഇല്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പച്ചക്കള്ളം. എത്ര ആധികാരികമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ അരുൺ അതിനകത്ത് അഫിഡവിറ്റ് പരിശോധിച്ചു, അഫിഡവിറ്റിനകത്ത് ആ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ യൂട്ടേൺ അടിച്ചു. ശേഷം ഇദ്ദേഹം പറഞ്ഞ കള്ളം ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് മേൽ പറഞ്ഞ മുനിസിപ്പാലിറ്റി പരിധിയിലല്ല, അതിന്റെ പുറത്താണ്, കുടുംബ പഞ്ചായത്തിലാണ്. ഇപ്പൊ ഇതിന്റെ വിവരങ്ങൾ കിട്ടി. ഈ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി പരിധിക്കകത്താണ്, 27-ാം വാർഡിലാണ്, 88-ാം ബൂത്തിലാണ് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയണം ആ പ്രദേശം അപ്പുറയാണെന്ന്. അപ്പൊ എത്ര ആധികാരികമായി പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരുന്ന് പച്ചക്കള്ളം വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് യാതൊരു നിലയ്ക്കുള്ള ഉളുപ്പില്ലാത്ത ആളുകളായിട്ട് BJP മാറുന്നുണ്ട് എന്നുള്ളതിൽ കേരള പൊതുസമൂഹത്തിന് അത്ഭുതമില്ല. എന്നിരിക്കുമ്പോൾ ആ പച്ചക്കള്ളത്തിന് നിമിഷ നേരം കൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി ചൂട്ടുപിടിച്ചവും പൊതുസമൂഹം കാണില്ലേ? നിമിഷ നേരം കൊണ്ടേ ഇദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചുള്ള വസ്തുതയും വിവരങ്ങളും ഒന്നും കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും BJP പ്രതിനിധി ഒരു പച്ചക്കള്ളം പടച്ചുവിടുന്നു. നിമിഷ നേരം കൊണ്ട്, ഒരു മിനിറ്റ് പോലും ഇതിന്റെ ആധികാരിക പരിശോധിക്കേണ്ട, വസ്തുത അറിയേണ്ട, വിവരങ്ങൾ അന്വേഷിക്കേണ്ട, ഒന്നും അന്വേഷിക്കേണ്ട. ഏപ്രിൽ 26-ാം തീയതി ഒറ്റപ്പാലം മണ്ഡലത്തിൽ സ്ഥിരതാമസം കാണിച്ച വോട്ട് രേഖപ്പെടുത്തിയ സരിൻ 6 മാസമായോ പാലക്കാട്ടേക്ക് താമസം മാറ്റിയതെന്നും കൂടി ജിൻഡോ ചോദിച്ചിട്ടുണ്ട്. അതിൽ സരിൻ പറഞ്ഞത് ശരിയാണ്. കരിങ്കരപ്പള്ളി എന്ന ഗ്രാമം കൊടുമ്പ് പഞ്ചായത്തിലാണെന്ന്. അത് വിട്ടേക്കൂ, ഇനി അത് പിടിച്ചിട്ട് കാര്യമില്ല. ടാക്സ് അടച്ച 27-ാമത്തെ വാർഡിൽ വീട്ടു നമ്പർ നിങ്ങളുടെ പാലക്കാട് നഗരസഭയിലാണ്. പൊതുസമൂഹത്തിന് മുൻപിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സരിന്റെ വൈഫ് ഡോക്ടർ സൗമ്യ കരമടച്ച റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 27-ാമത്തെ വാർഡിൽ എങ്ങനെയാ കരമടച്ചിരിക്കുന്നത്? എത്ര പ്രോപ്പർട്ടിയാണ്? 2023-ൽ 24-ൽ 27-ാമത്തെ വാർഡിൽ 474 ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന്. ഇനി ആവശ്യമില്ല. അഫിഡവിറ്റ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഫിഡവിറ്റിലുണ്ട്, അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ വാർഡ് നമ്പർ, ഇതേ മേൽവിലാസം. അപ്പുറത്താണ്. ഇനി ഒരു സംശയം, പോസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കൃഷ്ണദാസ് അഫിഡവിറ്റിൽ ഇതേ മേൽവിലാസമാണ് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണദാസ്, താങ്കളുടെ അഫിഡവിറ്റിന്റെ കോപ്പി ഉണ്ടോ? അഫിഡവിറ്റിന്റെ കോപ്പി എടുത്തു നോക്കൂ. 27/474 ഈ പറയുന്ന സ്ഥലം, ഈ പോസ്റ്റ് ഓഫീസ് അവിടെയാണ്. ആ പോസ്റ്റ് ഓഫീസിലാണ് 27-ാമത്തെ വാർഡിൽ ആ വീട് നിൽക്കുന്നത്. എന്നേ പറഞ്ഞിട്ടുള്ളൂ, പാലക്കാട് നഗരസഭ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ കൊടുക്കുമോ മേൽവിലാസം? അങ്ങയുടെ മേൽവിലാസം എന്ന് പറഞ്ഞ പാലക്കാട് നഗരസഭ പോസ്റ്റ് ഓഫീസല്ലേ കൊടുക്കുക? ആ പോസ്റ്റ് ഓഫീസല്ലേ ശ്രീ കൃഷ്ണദാസ്? അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് അങ്ങ് പിന്മാറിക്കോളൂ. നമ്മുടെ കയ്യിൽ അങ്ങയുടെ BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 27-ാം നമ്പർ വാർഡിൽ ഈ സരിന്റെ വൈഫ് ഡോക്ടർ സൗമ്യ കരമൊടുക്കിയ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട്. 27-ാമത്തെ വാർഡിൽ 474-ാമത്തെ വീടാണ്. സംശയമുണ്ടെങ്കിൽ കൗൺസിലറെ വിളിച്ച് ചോദിക്കാം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആർഷോയുടെ ജിൻഡോയുടെ ചോദ്യം ഇതായിരുന്നു, 6 മാസം ഇവിടെ സ്ഥിരതാമസമാണ് എന്നത് തെളിവുണ്ടോ എന്നുള്ളതാണ്. സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. ജിൻഡോ, Debate with Dr. Arun Kumar.